അമ്പലപ്പുഴ എം.എൽ.എ. എച്ച് സലാമിനെതിരെ ഗുരുതര ആരോപണം. നിർധന രോഗിക്കുള്ള ചികിത്സാ സഹായം വകമാറ്റിയതായാണ് പരാതി. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 12-ാം വാർഡ് സ്വദേശിനി ജീജയുടെ ശസ്ത്രക്രിയയ്ക്കായി എച്ച് സലാം ചെയർമാനായുള്ള സമിതി തുക പിരിച്ചിരുന്നു. എന്നാൽ പണം കൈമാറാൻ ജനകീയ സമിതി തയ്യാറായില്ലെന്ന് രോഗിയുടെ കുടുംബം ആരോപിക്കുന്നു. വാർഡ് മെമ്പർ ഷിനോയി മോൻ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. ഈ ജീജ എന്ന യുവതിയുടെ ചികിത്സയ്ക്കായി പണം സ്വരൂപിക്കുന്നു, ഒരു സമിതി രൂപീകരിക്കുന്നു, പണം സ്വരൂപിക്കുന്നു. പക്ഷേ ആ പണം ഈ രോഗിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി കൈമാറിയില്ല എന്നുള്ളതാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ എന്താണ് മനസ്സിലായതുമായി ബന്ധപ്പെട്ട? ലക്ഷ്മി, ഇത് 2021 ഓഗസ്റ്റ് 15-നാണ് ഇത്തരത്തിലൊരു ചികിത്സാ സഹായനിധി സ്വരൂപണം നടക്കുന്നത്. ഇത് അമ്പലപ്പുഴ തെക്കു പഞ്ചായത്തിലെ 4 വാർഡുകളിലും വടക്കു പഞ്ചായത്തിലെ 9 വാർഡുകളിൽ നിന്നുമായുള്ള, അതായത് 13 വാർഡുകളിലായി ജനപ്രതിനിധികൾ അടക്കമുള്ളവർ, രാഷ്ട്രീയ പ്രവർത്തകർ അടക്കമുള്ളവർ ഇറങ്ങി ഓരോ വീടുകളിലും ചെന്ന് പണം പിരിക്കുകയായിരുന്നു. അക്കൗണ്ട് വഴിയും പണം ഇതിലേക്ക് സ്വരൂപിച്ചിരുന്നു. അങ്ങനെ 22 ലക്ഷത്തിലധികം രൂപ പിരിച്ചെടുക്കാൻ സാധിച്ചു. അതിൽ നിന്നും 28,000-ഓളം രൂപ ഇതിൻ്റെ ചിലവുമായി ബന്ധപ്പെട്ട് മാറ്റി ബാക്കി തുക അന്ന് തന്നെ ഈ കുടുംബത്തിന് കൈമാറുന്നതായി പറയുകയും അതിനുശേഷം ഇതിനായി രൂപീകരിച്ച അക്കൗണ്ടിൽ നിക്ഷേപിച്ച് എന്നാണോ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് അപ്പോഴത്തെ ആ ആവശ്യത്തിനായി കൈമാറാനുമായിരുന്നു തീരുമാനം. ഇതിൻ്റെ ഇത്തരത്തിലുള്ള പണപ്പിരിവിന് ഇല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ സഹായ പദ്ധതി അതിന് എച്ച് സലാം എം.എൽ.എ. ചെയർമാനും CPM നേതാവായ യു രാജുമോൻ ജനറൽ കൺവീനറുമായിട്ടുള്ള ഒരു സമിതിയാണ് പണപ്പിരിവെല്ലാം നടത്തി ഈ പണം കൈകാര്യം ചെയ്തത്. എന്നാൽ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ മാസം ഇതിൻ്റെ ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി അഡ്മിറ്റ് ആവേണ്ട സമയത്ത് ഈ പണം ആവശ്യപ്പെടുമ്പോൾ നൽകാനില്ല എന്ന് വരുന്നു. ഇത് ഈ 13 വാർഡിലും വാർഡ് മെമ്പർമാർ, വാർഡ് കൺവീനർമാരായി അവരെ തീരുമാനിച്ച് അവരുടെയും കൂടെ നേതൃത്വത്തിലായിരുന്നു പണപ്പിരിവ് നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പറാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പണം ചികിത്സയ്ക്കായി ആവശ്യപ്പെടുമ്പോൾ നൽകുന്നില്ല. അതിൻ്റെ പേരിൽ തന്നെ തൻ്റെ വാർഡിലുള്ളവർ അസഭ്യം പറയുകയും ഇതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ഈ പണം സംബന്ധിച്ച് എങ്ങനെ കൈമാറിപ്പോയി എന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം, ഇത് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് പറഞ്ഞാണ് അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുന്നതായാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളതും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ചെയർമാനും ജനറൽ കൺവീനറും കൂടിയുള്ള അക്കൗണ്ടിൽ അതിൽ നിന്ന് പണം എങ്ങനെ കൈമാറ്റം ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ മറ്റൊരാവശ്യത്തിലേക്ക് കൈമാറുന്ന എത്രത്തോളം വിശ്വാസവഞ്ചനയാണ്, ചതിയാണ് എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും ഉയരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഇത് സംബന്ധിച്ച് ഒരു വിശദീകരണവും CPM ഒന്നും തന്നെ പറയുന്നില്ല. CPM പാർട്ടി സമ്മേളനങ്ങളിലും ഇപ്പോൾ ഇത് വലിയ ചർച്ചയാണ്. ഇത്തരത്തിലൊരു തിരിമറി നടന്നു എന്ന വിവരം പുറത്തു വരുന്നത് തന്നെ CPM-നുള്ളിലെ വിഭാഗീയതയുടെ ഭാഗമായി ഈ വിവരം പുറത്തു വരികയാണ്. ഇതേ സമയം തൽക്കാലം പരാതിപ്പെടരുത് എന്ന രീതിയിൽ ഈ കുടുംബത്തെ ഒന്ന് താക്കീത് ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ പണം എത്രയും വേഗം നൽകാം, കുറച്ച് തുക നൽകിയിട്ടുണ്ട്, ബാക്കി തുക എത്രയും വേഗം നൽകാം എന്ന ഒരു വാക്കിൻ്റെ പുറത്ത് മറ്റു കൂടുതൽ പരാതികളാകാതെ ഈ പ്രശ്നം കൂടുതൽ വിവാദമാവാതെ കൊണ്ടുപോകാനാണ് ഇപ്പോൾ CPM-ൽ ഒരു വിഭാഗം ശ്രമിക്കുന്നത്. എന്നാൽ ഇത് ചെയ്തത് വലിയ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഒരിക്കലും ഒരു MLA ചെയർമാനും ഒരു CPM നേതാവ്, അദ്ദേഹം മുൻ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, ഇവർ രണ്ടുപേരൂടെ ചേർന്നാണ് ഈ സാമ്പത്തിക തിരിമറി നടന്നിരിക്കുന്നതെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ശക്തമാവുന്നത്. ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് വാർഡ് മെമ്പർ ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം സ്വാഭാവികമായും കൃത്യമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളാണോ? അത് നേരത്തെ തന്നെ ഇതിന്മേൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണല്ലോ അല്ലേ? ഇത് ലക്ഷ്മി പുതിയതായി വന്ന ആരോപണമാണ്. ഇത് കാരണം 2021-ലാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അതിനുശേഷം ഈ കിഡ്നി മാറ്റിവെക്കാൻ അതെല്ലാം തരപ്പെട്ട് അതിൻ്റെ ശസ്ത്രക്രിയ അത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത് ഇപ്പോഴാണ്. ആ ഒരു സമയത്ത് പണം കൈമാറാൻ ഈ അക്കൗണ്ടിൽ ഇല്ല എന്നതാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. അത്തരമൊരു സാഹചര്യം വന്നപ്പോഴാണ് ഈ വിഷയം ചർച്ചയാവുകയും വിവാദമാവുകയും മറ്റും ചെയ്യുന്നത്. അതോടുകൂടി ഇത് വാർഡ് മെമ്പർ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ആ വാർഡിൽ നിന്നും 2 ലക്ഷത്തിനടുത്ത് 1,90,000 ശിഷ്ടം രൂപ പിരിച്ച് നൽകിയതാണ് ഈ നിധിയിലേക്ക്. എന്നാൽ ആ തുക പോലും അത് കൈമാറാൻ ഇപ്പോൾ പണമില്ല എന്ന് പറയുമ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരാക്ഷേപമായി ഈ വാർഡ് മെമ്പർ അടക്കം ചേർന്നാണോ പറ്റിച്ചതെന്ന തരത്തിലുള്ള വാദങ്ങൾ പോലും ഇല്ലെങ്കിൽ വിമർശനങ്ങൾ പോലും. ഇപ്പോൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ടി.എ. ഹാമിദ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ചേരുന്നുണ്ട്. ശ്രീ ടി.എ. ഹാമിദ്, നമസ്കാരം. ഇത്തരത്തിൽ അമ്പലപ്പുഴ എം.എൽ.എ. എച്ച് സലാമിനെതിരെ ഗുരുതര ആരോപണമാണല്ലോ ഉയർന്നിരിക്കുന്നത്. നിർധന രോഗിക്കുള്ള ചികിത്സാ സഹായം വകമാറ്റിയതായുള്ള പരാതി. താങ്കൾക്ക് എന്താണ് ഈ പരാതിയെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത്? സലാമും ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് CPM നേതാവുമായ രാജ്മോഹൻ ജനറൽ കൺവീനറുമായി ജീജ ചികിത്സാ സഹായ നിധി എന്ന് പറഞ്ഞൊരു പ്രവർത്തനം നടത്തുകയും
22,38,085 രൂപ സമിതിയുടെ നേതൃത്വത്തിൽ പിരിച്ച് എടുക്കുകയും ചെയ്തു. അന്ന് റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് ബാങ്ക് അവധിയായതിനാൽ അടുത്ത ദിവസം ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന് തീരുമാനമെടുക്കുകയും പണം ചെയർമാനും കൺവീനറെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ സംഭവം കഴിഞ്ഞ് നാട്ടുകാരെല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇവർക്ക് നാളിതുവരെ ഡൊണേറ്ററെ കിട്ടാത്തതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാത്തതെന്നാണ് ധരിച്ചിരുന്നത്. ഈ കഴിഞ്ഞ മാസം 30-ാം തീയതി രോഗിയുടെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത് 30-ാം തീയതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണ്, നമ്മുടെ എല്ലാ സഹായം വേണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ 30-ാം തീയതി കഴിഞ്ഞിട്ടും രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നില്ല. കാര്യം തിരക്കിയപ്പോഴാണ് ഈ പൈസ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടില്ലെന്നുള്ളതും ഇവരുടെ രോഗിയെ ആശുപത്രിയിലാക്കുന്നതിന് വേണ്ടി സമയത്ത് പണം കൊടുത്തിട്ടില്ലെന്നുള്ളതും മനസ്സിലാകുന്നത്. പിന്നെ ഇവര് കുറച്ച് മധ്യസ്ഥന്മാരും ആളുകളും എല്ലാം ഇടപെട്ട് പ്രധാന MLAയുടെ വാക്ക് പറഞ്ഞാൽ കുറച്ച് പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂടിയിരുന്ന് തീരുമാനിച്ച് 7-ാം തീയതി ഇവർക്ക് പൈസ കൊടുക്കാമെന്ന്, ഇന്നത്തെ ദിവസം. ഇതിനിടയിൽ അവര് അന്ന് ഈ കോൺഗ്രസ് പാർട്ടി പത്രസമ്മേളനം നടത്തുന്നെന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തലേ ദിവസം കുറച്ച് പൈസ കൊടുത്തെന്ന് പിറ്റേ ദിവസം പത്രവാർത്തത്തിലൂടെ ഈ രോഗിയുടെ ഹസ്ബൻഡ് പറയുന്നതായി മനസ്സിലാക്കി. ഞങ്ങളുടെ ആരോപണം അതല്ല. ഈ ചെയർമാന്റെയും കൺവീനറെയും അമ്പലപ്പുഴ MLAയും ഈ രാജ്മോഹന്റെ നേതൃത്വത്തിൽ ബാങ്കിൽ നിക്ഷേപിക്കണമെന്ന് പറഞ്ഞ പൈസ ബാങ്കിൽ നിക്ഷേപിക്കാതെ ഇത് കയ്യിൽ വെച്ച് തിരിമറി നടത്തിയിരുന്നെന്നാണ് ഞങ്ങളുടെ ആക്ഷേപം. അതുകൊണ്ട് ഈ രോഗിയെ കൃത്യസമയത്ത് ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാതെയും. ശ്രീ ഹമീദ്, ഇന്നാണല്ലോ അല്ലേ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞ അവസാന തീയതി? അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു എന്തെങ്കിലും പുരോഗതി മറ്റോ ഉണ്ടോ ഈ പണം കൈമാറുന്നത്? അത് അറിഞ്ഞില്ല, അത് ഞങ്ങൾ തിരക്കാനും പോയില്ല. ഈ അതിനുശേഷം ബാങ്കിൽ ഇന്ന് കിട്ടേണ്ട 4 ലക്ഷത്തോളം രൂപ ഇൻട്രസ്റ്റ് കിട്ടണമായിരുന്നു. ഈ പണം ബാങ്കിലാണ് നിക്ഷേപിച്ചിരുന്നത്, അതും നഷ്ടപ്പെടുത്തിയിരിക്കുക. ഈ സമയത്ത് ഞങ്ങൾ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തിട്ടുണ്ട്. പൊതുജനങ്ങളുടെ നിന്ന് പിരിച്ച പൈസ അത് കൃത്യമായി അതിന് വിനിയോഗിക്കാതെ ദുർവിനിയോഗം ചെയ്തെന്നതും അതിനുവേണ്ടി നിയമ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇതിനിടയിൽ ഒരു ഡോണർ 3 ലക്ഷം രൂപ കളിപ്പിച്ചുകൊണ്ട് പോയെന്നുള്ളൊരു വാർത്തയും ഇതിൽ പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു കെട്ടുകഥ പോലെയാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഡോണർക്ക് 3 ലക്ഷം രൂപ കൊടുത്തു, പക്ഷേ അവർ ഇത് കൈമാറാൻ വിസമ്മതിച്ചു എന്നുള്ളതാണോ? ഇത് മാറ്റിവെക്കലിന് വിസമ്മതിച്ചു എന്നുള്ളതാണോ? അങ്ങനെയാണോ അവർ പറയുന്നത് ന്യായീകരണമായി? അല്ല, ഡോണർ കൊടുക്കാമെന്നും പറഞ്ഞ് ഈ രോഗിയുടെ ഹസ്ബൻഡിന്റെ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഇത് ഡൊണേറ്റും ചെയ്തില്ല, ആ പൈസയും കൊടുത്തില്ല എന്നുള്ള ഒരു ആരോപണം പറയുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ ടി എ ഹമീദ്. ഈ സാഹചര്യത്തെക്കുറിച്ച് ഇത്ര വിശദമായി പറഞ്ഞു തന്നതിന്. സുധീഷ് ഗോപാലിലേക്ക് പോവുകയാണ്. സുധീഷ്, ഇപ്പോൾ ശ്രീ ടി എ ഹമീദ് പറയുന്നത് ഇന്ന് ഒക്ടോബർ 7-ാം തീയതി ഈ പണം കൈമാറാം എന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എന്തെങ്കിലും പുരോഗതി അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയില്ല. എന്തായാലും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത്രയും കാലം എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് കൃത്യമായ പറ്റിയ ഡോണറെ കിട്ടാത്തതുകൊണ്ടാണ് ശസ്ത്രക്രിയ നടക്കാത്തത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു തുക 20 ലക്ഷത്തിൽ പരം രൂപയുണ്ട്. അത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഒരു സാമാന്യം നല്ലൊരു തുക അതിൻ്റെ പലിശയായും കിട്ടുമായിരുന്നു. പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഈ പോലീസ് അന്വേഷണം എങ്ങനെ നടക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ സുധീഷ്? ലക്ഷ്മി, പോലീസുമായിട്ട് ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് ഇത് അന്വേഷണം നടക്കുകയാണ്, ഇത് കേസ് എടുക്കേണ്ടതാണെങ്കിൽ കേസ് എടുത്ത് തന്നെ മുന്നോട്ട് പോകും. ഇത് സംബന്ധിച്ച് MLA കൂടി ഉൾപ്പെട്ടതായതുകൊണ്ട് ഗൗരവതരമായി അത് പരിശോധിക്കുകയാണെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും അതിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാകും. അതും ഈ സമ്മേളനം നടക്കുമ്പോൾ CPM MLAക്കെതിരെ ഇത്തരമൊരു കേസ് വന്നാൽ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി, ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നം ഇപ്പോൾ തന്നെ CPM-നും CPM MLAമാരും എല്ലാം നേരിടുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഒരു MLA കൂടി കേസിൽ പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി
വേണ്ടി പരമാവധി രാഷ്ട്രീയമായ സമ്മർദ്ദം പോലീസിന് മേൽ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് കേസെടുത്ത് തന്നെ പോകേണ്ടതാണ്. കാരണം ഇത്രയും തുക അത് ആ ചികിത്സ ലഭ്യമാക്കുന്നതിന് തടസ്സമാകുന്നു. അത് കൃത്യമായ സമയത്ത് ഈ പറഞ്ഞ തുക ബാങ്കിൽ നിക്ഷേപിക്കുന്നതിൽ വീഴ്ച വരുത്തി അതിനുശേഷം ആ തുക കൈമാറുന്നു. അതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടവും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും ഈ പണം നൽകിയ ഓരോരുത്തരും പരാതിപ്പെടാനും അർഹരാണ് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇതിൽ MLA-യുടെ ഭാഗത്തു നിന്നും CPM നേതാവായ രാജുമോൻ്റെ ഭാഗത്തും വലിയ രീതിയിലുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ബോധപൂർവമുള്ള വീഴ്ചയായതുകൊണ്ട് തന്നെ അതിനെ മറുപടി പറയാനും CPM-ന് ഇന്ന് സാധിക്കുന്നില്ല. ഈ പശ്ചാത്തലത്തിലാണ് കുറച്ച് തുകയും മറ്റും കൊടുത്തുകൊണ്ട് ഈ രോഗിയുടെ വീട്ടുകാർക്ക് പണം നൽകിക്കൊണ്ട് ഇതൊരു വലിയ പരാതിയായി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാതെ അതിന് തടയിടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. എന്നാലും യാഥാർത്ഥ്യം ഇപ്പോൾ ജനങ്ങൾ അറിയുകയാണ്. വലിയ രീതിയിലുള്ള വഞ്ചന ഈ സാമ്പത്തിക വിഷയത്തിൽ തുടർന്നോളൂ. ഇപ്പം തന്നെ ലക്ഷ്മി 2021 ഓഗസ്റ്റ് 15-നാണ് ഈ പണം സ്വരൂപിക്കുന്നത്. അന്ന് ബാങ്ക് അവധിയായതുകൊണ്ട് അടുത്ത ദിവസം അത് ബാങ്കിൽ നിക്ഷേപിക്കുമെന്നാണ് വീട്ടുകാരെയും ബോധ്യപ്പെടുത്തിയിരുന്നത്. ഈ പണം പിരിക്കുന്നതുമായി മറ്റും ബന്ധപ്പെട്ട ആ സമിതിയിലെ മറ്റുള്ളവരെയും എല്ലാം നാട്ടുകാരെയും അതെ, അത് ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു നാട്ടുകാരുടെ ഒരു വിശ്വാസം. സുധീഷ്, ഞാൻ ഒന്നുകൂടി ഇടപെടുകയാണ്. ശ്രീ AR കണ്ണനുമായി ടെലിഫോൺ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ശ്രീ AR കണ്ണൻ, നമസ്കാരം. ഇപ്പോൾ ഈ അമ്പലപ്പുഴ MLA സലാമിനെതിരെയുള്ള ഗുരുതര ആരോപണം, അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നാട്ടുകാർ കരുതിയിരുന്നത് ഈ ഒരു പണം ഏതാണ്ട് 23 ലക്ഷത്തോളം രൂപയുണ്ട് അല്ലേ? അങ്ങനെയാണ് നേരത്തെ സംസാരിച്ച ശ്രീ ഹാമിദ് പറഞ്ഞത്. 22,38,085 രൂപയാണ് പൊതു സമൂഹത്തിൽ നിന്നും നമ്മളത് പിരിച്ചത്. അപ്പോ ഈ അമ്പലപ്പുഴ തെക്ക് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ 13 വാർഡുകൾ, 9 വാർഡ് അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിലെയും 4 വാർഡുകൾ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിലെയും തീരദേശ വാർഡുകളിലാണ് പണപ്പിരിവ് നടത്തിയത്. ബഹുമാനപ്പെട്ട MLA ചെയർമാനും അവിടുത്തെ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ U രാജുമോൻ CPM നേതാവാണ്. അദ്ദേഹം ജനറൽ കൺവീനറുമായിട്ടുള്ള സമിതിയാണ് എടുത്തത്. ഞങ്ങൾ എല്ലാവരും അതിൽ സഹകരിച്ച ആളുകളാണ്. അപ്പൊ അന്ന് തന്നെ നമ്മൾ നാട്ടിൽ ഇത്തരം പൊതുപിരിവുകൾ നടത്താറുണ്ട്. ജീവകാരുണ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടി വലിയ തുക വേണ്ട വരുന്ന സമയത്ത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷനാണ് കൂടുതലും ഇറങ്ങാറുള്ളത്. പക്ഷെ ഈ തുകയെല്ലാം ഇത് സമൂഹ പിരിവ് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണ്. സാധാരണ ഈവനിംഗ് ബാങ്ക് ഉണ്ടെങ്കിൽ അവിടെ പോലും നിക്ഷേപിക്കാറുണ്ട്. പക്ഷെ ഇത് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിന്റെ അവധിയായത് കാരണം തൊട്ടടുത്ത ദിവസം അമ്പലപ്പുഴ ധനലക്ഷ്മി ബാങ്കിലെ ബ്രാഞ്ചിൽ നിക്ഷേപിക്കും എന്നുള്ളതായിരുന്നു സമിതിക്ക് നൽകിയ ഉറപ്പ്. ഒരു ജനപ്രതിനിധികളെ നമ്മൾ പൊതുപ്രവർത്തകരായി ഇത്തരം കാര്യങ്ങളിൽ നിൽക്കുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. വിശ്വസിച്ചു. ഈ സമീപകാലത്ത് ഈ ഇത്രയും കാലമായി ചികിത്സ വൈകുന്നത് കൃത്യമായി ഡോണറെ കിട്ടിയില്ല എന്നുള്ളതാണ് കാര്യം പറഞ്ഞിരുന്നത്. ചികിത്സ വൈകി ഇപ്പോ അഡ്മിറ്റ് ആകാൻ പറയുന്ന സമയത്തും അഡ്മിറ്റ് ആയില്ല. അവരുടെയൊക്കെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ പണം ഇവരെടുത്ത് ദുരുപയോഗം ചെയ്തു എന്ന്. അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. കേട്ടുകേഴ്വിയില്ല ഇത്. ഇത്തരം ഒരു സമീപനം ഒരാളുകൾ പോലും സമൂഹത്തിലെ ഏറ്റവും മോശക്കാരെന്ന് ചിത്രീകരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പോലും ഇങ്ങനെ ഒരു സമീപനം നമ്മൾ കേട്ടിട്ടില്ല. വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇതിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് ഒരു പ്രതിപക്ഷ ഭാഗമായി ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ, ഞാൻ ഇവിടുത്തെ ജനപ്രതിയായിരുന്ന ആളാണ്, ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു കഴിഞ്ഞിട്ടേലും. ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയും വളരെ ഗൗരവമായി ഇത് ചർച്ച ചെയ്താണ് ഇത് പ്രതികരണത്തിലേക്ക് ഞങ്ങൾ വന്നത്. അപ്പൊ ഇതിനെതിരെ കാര്യമായ നടപടി ഉണ്ടാവണം. പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്. പ്രദേശത്തെ ഒരു പഞ്ചായത്ത് മെമ്പർ, ഞങ്ങളുടെ തന്നെ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, ആ വാർഡിൽ നിന്നും 1,92,200 പരം രൂപ പിരിച്ചിരുന്നു. അപ്പൊ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ അവിടുത്തെ നാട്ടുകാർ ചോദിച്ചു, ഈ പണം പിരിക്കാൻ മാത്രമേ നിങ്ങളുള്ളൂ, ഇതിന്റെ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങൾ എന്തേ അതിന്റെ അകത്തൊരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അത് നിയമപരമായി അദ്ദേഹം അമ്പലപ്പുഴ പോലീസിൽ കേസ് കൊടുത്തു. ഇന്നലെ അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിട്ടുണ്ട്. ഗൗരവമായ ഒരു പ്രശ്നമാണ്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകത്തില്ല. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടെല്ലാം ഈ കാര്യം കൺവേ ചെയ്തിട്ടുണ്ട്. പാർട്ടി ഔദ്യോഗികമായി, കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി യോഗം ചേർന്ന് ഇത് പ്രസ് മീറ്റ് നടത്തി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിയമപരമായി ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങൾ ആലോചിച്ച് പുറകിൽ തന്നെ നിൽക്കുകയാണ്. ഒരു കാരണവശാലും GJയുടെ ചികിത്സ മുടങ്ങാൻ പാടില്ല. അതൊരു ചികിത്സ ഏർപ്പെട്ടിരിക്കുന്ന ഇത്തരം ഗൗരവമായ ഒരു കേസിൽ ഈ പണി നടത്തുക എന്ന് പറഞ്ഞാൽ കെട്ടുകഴിവുണ്ടോ? നിങ്ങൾ മാധ്യമ രംഗത്ത് നിൽക്കുന്ന ആളുകളല്ലേ, പൊതുസമൂഹത്തിന് അറിയില്ലേ? ഗുരുതരമായ കുഴപ്പം. അത് ഒരിക്കലും പാടില്ല. ആ യുവതിയുടെ ചികിത്സ നടക്കണം. അതിനു വേണ്ടിയിട്ട് എല്ലാ സഹായം ചെയ്യണമെന്നുള്ളതാണ്. ഇപ്പോ ബാങ്കിൽ ഈ തുക ഉണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾ ബാങ്ക് അധികൃതരോട് സംസാരിച്ചു, ബാങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഏകദേശം 5 ലക്ഷത്തോളം രൂപ ഇൻട്രസ്റ്റ് കിട്ടിയേനെ ഈ തുകയ്ക്ക്, ബാങ്ക് ഇൻട്രസ്റ്റ്. അപ്പൊ അതുകൂടി ഇതിന് സഹായമാകേണ്ടതാണ്. എന്ത് ഗുരുതരമായ തെറ്റാണ് ഇവർ ചെയ്തിട്ടുള്ളത്. CPM എന്താണ് ഇതിൽ മിണ്ടാത്തത്? MLA എന്താണ് ഇതിൽ മിണ്ടാത്തത്? ആശ്ചര്യം തോന്നുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഗൗരവമായി
MLA-യും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നയാൾ കൺവീനർ ചെയർമാൻ നടപടി ഉണ്ടാകണം. CPM-ന്റെ പ്രതികരണം അറിയാൻ ആഗ്രഹമുണ്ട്. MLA ഇത് സംബന്ധിച്ച് സ്റ്റേറ്റ്മെന്റ് ഇറക്കാൻ തയ്യാറാവണം. ഇത് ഇപ്പൊ കിട്ടി എന്നുള്ള തരത്തിൽ ആ യുവതിയുടെ ജിജയുടെ ഹസ്ബൻഡിനെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, മൊഴി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാങ്ക് ട്രാൻസാക്ഷന്റെ രേഖ പുറത്തുവിടണ്ടേ? അപ്പൊ ബാങ്കിൽ ഈ പണം നിക്ഷേപിച്ചിട്ടില്ല, സ്വകാര്യമായി കയ്യിൽ വെച്ച് അവരവരുടെ ആവശ്യങ്ങൾ വിനിയോഗിച്ച് ഇപ്പൊ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ കട്ട മുതൽ കൊണ്ട് ഏൽപ്പിച്ചാൽ അത് കളവല്ലാതായി മാറുമോ, തെറ്റല്ലാതായി മാറുമോ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. അതുകൊണ്ട് നടപടി ഉണ്ടാവണം. ആ ജിജയുടെ ചികിത്സ പൂർണ്ണമായും നടക്കണം. അതിനാവശ്യമായ എല്ലാ തുകയും ഈ ആളുകൾ, ഈ പണം അപഹരിച്ചവർ അത് അടിയന്തരമായി കൊടുക്കണം. അതിന്റെ ഇൻട്രസ്റ്റ് തുക ബാങ്ക് പറയുന്നതിന്റെ അപ്പുറമായി അവർ കൊടുക്കാൻ തയ്യാറാകണം. പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. മാതൃകാപരമായ നടപടിയെടുക്കണം. ചെയ്ത തെറ്റിന്റെ ഒരു പരിഹാരമാവുകയുള്ളൂ എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ കണ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. അമ്പലപ്പുഴ MLA സലാമിനെതിരെ ഗുരുതര ആരോപണമാണ്. നിർധൻ രോഗിക്കുള്ള ചികിത്സാ സഹായം വകമാറ്റി അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് 12-ാം വാർഡ് സ്വദേശിനി ജിജയുടെ ശസ്ത്രക്രിയയ്ക്കായിട്ട് സലാം ചെയർമാനായുള്ള സമിതി തുക പിരിച്ചു. പക്ഷേ അത് ബാങ്കിൽ നിക്ഷേപിക്കാൻ തയ്യാറായില്ല, വകമാറ്റി ചിലവഴിച്ചു. ഇപ്പോൾ അമ്പലപ്പുഴ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സുധീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രതികരിച്ച അതിഥികൾക്കും നന്ദി ഒരിക്കൽ കൂടി.